अरविंद केजरीवाल जिंदाबाद। इंकलाब इंकलाब जिंदाबाद। आरोग्य मंत्री राजवीर ആശുപത്രിയുടെ മുൻപിൽ നിൽക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈ ഡിസ്ട്രിക്ട് ആശുപത്രി 1962 സ്ഥാപിച്ച ഒരു ആശുപത്രി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനം കൊണ്ട് ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിട്ട് മാറി. പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഒരു ഭാഗമാണ് ഇത്. എന്തുകൊണ്ട്? ഗവൺമെന്റ് ആർട്ടിക്കിൾ 21 അനുസരിച്ച് നമുക്ക് റൈറ്റ് ടു ഹെൽത്ത് ഉണ്ട്. ആരോഗ്യം നമ്മുടെ ഒരു അവകാശമാണ്. കരയുന്ന കുഞ്ഞിന് പാലുള്ളത് പറയുന്ന പോലെ ഇന്ന് ആരോഗ്യമില്ലാത്ത ജനങ്ങൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ മണിക്കൂറുകൾ അവരെ കൊണ്ട് ഒരു ഡോക്ടറെ കാണാൻ നിർത്തുക. പല ഡിപ്പാർട്ട്മെന്റ്സ്, പ്രത്യേകിച്ച് കണ്ണിന്റെ ആരോഗ്യം നോക്കുന്ന ഒഫ്താൽമോളജി, അത് നിർത്തിവെച്ചു. 374 ബെഡുകൾ സ്ഥാപിച്ച ഒരു ആശുപത്രി ഇന്ന് 90 ബെഡുകളായിട്ട് കുറഞ്ഞു. പുതിയ ഒരു കെട്ടിടം പണിയും എന്ന് പറഞ്ഞ് 2 വർഷമായിട്ട് ഫണ്ടും കൂട്ടിച്ചേർത്ത് തറക്കല്ല് പോലെ ഇടാതെ ഇന്ന് ഈ ആശുപത്രി നിൽക്കുകയാണ്. ആർക്കു വേണ്ടി? തീർച്ചയായിട്ടും നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാറിന് ഈ ആശുപത്രിയുടെ ആവശ്യമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം പിണറായി വിജയൻ സാറ് എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു പടമായിട്ട് വിദേശത്തേക്കാണ് ചികിത്സ. ജനങ്ങൾ കോട്ടയത്തെ ജനങ്ങൾക്ക് കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രി അവർ നിർമ്മിച്ചു കഴിഞ്ഞു. ആരുടെ കീഴിൽ? ഇവിടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, ശ്രീമതി വീണ ജോർജ്. അവർക്ക് വേണോ? ഇല്ലെന്ന് തോന്നുന്നു. കാരണം അവരുടെ ചികിത്സ ഒരുപക്ഷെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരിക്കും. സാധാരണ ജനങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലില് വരുന്ന തുക തീർച്ചയായിട്ടും അടയ്ക്കാൻ പറ്റില്ല. ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു പ്രൊഫസറാണ്. എനിക്ക് പോലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കയറാൻ പേടിയാണ്. കാരണം അതിൻ്റെ ബില്ല് അത്യാധികമാണ്. സാധാരണ ജനങ്ങൾ ഈ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടെ സംവിധാനങ്ങളില്ല, സൂപ്രണ്ടന്റന്റ് ഇല്ല, ഡോക്ടേഴ്സിന്റെ കുറവ്, മരുന്നുകളില്ല. അതിനുവേണ്ടി ഒരു നിര മരുന്ന് കടകൾ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട്. വലുതായി നാഷണൽ ലെവലില് ഉയർന്നു. 2 രാജ്യങ്ങൾ ഡൽഹിയിലും പഞ്ചാബിലും ഭരിക്കുന്നു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ് ആം ആദ്മി.